കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഭാത ഭക്ഷണ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ രാജി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് സഹമന്ത്രിമാർക്കൊക്കെ ഇന്ന് പ്രഭാത ഭക്ഷണ വിരുന്ന് നൽകിയത്. ഈ വിരുന്നിലാണ് രാജി പ്രഖ്യാപനം സിദ്ധരാമയ്യ അറിയിച്ചത്. വൈകിട്ട് 3 മണിക്ക് രാജിവെക്കും എന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ അറിയിച്ചിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാകുന്നു. DK ശിവകുമാറിന് പരിപൂർണ പിന്തുണ നൽകണമെന്നും മന്ത്രിമാരോട് സിദ്ധരാമയ്യ അഭ്യർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ കർണാടകയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം 8 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ പടിയിറങ്ങുകയാണ്. നേരത്തെ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു, ജനതാദൾ നേതാവായിരുന്നു സിദ്ധരാമയ്യ. പിന്നീട് ജനതാദളിൽ നിന്ന് മാറി അദ്ദേഹം ദേവഗൌഡയുമായി ഇടഞ്ഞ് പിന്നീട് കോൺഗ്രസിലേക്ക് പോയ സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രിയാകുന്നു. കർണാടകയിലെ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം കർണാടകയിൽ രൂപീകരിച്ചുകൊണ്ട് അഹിന്ദ എന്ന അല്പസംഖ്യക്, ന്യൂനപക്ഷ, പിന്നോക്ക, അതോടൊപ്പം തന്നെ ദളിത്, ഈ 3 വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സമവാക്യത്തിലൂടെ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ നിർണായക പങ്കുവഹിച്ച സിദ്ധരാമയ്യ കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനം 2ാം ഊഴത്തിൽ 3 വർഷക്കാലം മുഖ്യമന്ത്രി പദം കൈയാളിയ സിദ്ധരാമയ്യ ഇപ്പോഴിതാ രാജിവെച്ച് DK ശിവകുമാറിന് വഴിയൊരുക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറെ ചർച്ചകൾ നടത്തിയാണ് സിദ്ധരാമയ്യയെ അനുനയിപ്പിച്ചത്. അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വമാണ് നേരത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് വാഗ്ദാനം ചെയ്തിരുന്നത്. മകൻ യതീന്ദ്രയെ മന്ത്രിയാക്കണം എന്ന ആവശ്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹം സിദ്ധരാമയ്യ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ വയ്ക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ എന്താണ് ഇനിയിപ്പോൾ തീരുമാനം എന്നത് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കായിരുന്നു. പക്ഷേ അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധനായിരിക്കുന്നു. 2 വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മത്സരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന് സാജു ചാമക്കാലയിൽ ചേരുന്നു. സാജു, സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ? മാത്രമല്ല, അദ്ദേഹം ഗവർണറെ കാണേണ്ടതുണ്ട്, രാജിക്കത്ത് കൈമാറേണ്ടതുണ്ട്, മന്ത്രിസഭാ രൂപീകരണം തുടർന്ന് ഇനി പുനഃസംഘടന ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ മലയാളിയായ KJ ജോർജ്, അദ്ദേഹം സിദ്ധരാമയ്യയുടെ വിശ്വസ്തനാണ് അദ്ദേഹം ഒക്കെ ഇനിയിപ്പോൾ ഈ പുതിയ മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ മന്ത്രിസഭയിൽ കാണുമോ എന്നതൊക്കെ ഇനി അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രിസഭാ രൂപീകരണം നടക്കും, അല്ലെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടന നടക്കും എന്ന് നമുക്കിപ്പോൾ കരുതാനാകില്ല. എന്തൊക്കെയാണിപ്പോൾ കർണാടകയിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ? സജു. ദിലീപ്കുമാർ, അല്പസമയം മുൻപാണ് ഈ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇവിടെ നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന സിദ്ധരാമയ്യ അദ്ദേഹത്തിന്റെ രാജ്യസന്നദ്ധത മന്ത്രിമാരെ അടക്കം അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഗവർണറെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഗവർണർ ഇപ്പോൾ ഇവിടെയിൽ അദ്ദേഹം മധ്യപ്രദേശിൽ അദ്ദേഹത്തിന്റെ ചില പ്രത്യേക ആവശ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മധ്യപ്രദേശിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ഇതിന്മേലൊരു കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും DK ശിവകുമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പ്രഭാത ഭക്ഷണത്തിനായി എത്തിയിരുന്നു. അതിനുശേഷം നടന്ന ചർച്ചയ്ക്കൊടുവിൽ മുഖ്യമന്ത്രി രാജി സന്നദ്ധ അറിയിച്ചിരിക്കുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ DK പക്ഷം, അതായത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങൾ ആരംഭിച്ചിരുന്നു, ചർച്ചകൾ ആരംഭിച്ചിരുന്നു. പക്ഷേ 2.5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ നവംബറിലായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 2.5 വർഷം പൂർത്തിയാക്കിയത്. 2.5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷവും അദ്ദേഹം രാജ്യസന്നദ്ധതയ്ക്ക് തയ്യാറായില്ല. പിന്നീട് ഈ കഴിഞ്ഞ 20-ാം തീയതി, അതായത് മെയ് മാസം 20-ാം തീയതിയാണ് 3 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയത്. 3 വർഷം പൂർത്തിയാക്കിയിട്ടും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇരു നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലായിട്ട് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അറിയിച്ചത് അദ്ദേഹം രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്തത് കൊണ്ട് അദ്ദേഹം രാജിവെക്കണം. അപ്പോൾ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ മുൻപോട്ട് വെച്ച്, പ്രത്യേകിച്ച് തന്റെ മകൻ യതീന്ദ്രയെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് അദ്ദേഹം മുൻപോട്ട് വെച്ചത്. അതെന്തായാലും ഹൈക്കമാൻഡ് അംഗീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രി ആവാൻ പോകുകയാണ്. 2028 കർണാടകയിൽ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് പാർട്ടിയെ കെട്ടിപ്പടുക്കണം. 2023 135 സീറ്റിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞ DK
കെ ശിവകുമാറാണ്. അദ്ദേഹം പാർട്ടിയുടെ മുഖമായി മാറിയിരുന്നു. പക്ഷേ MLA-മാരുടെ MLC-മാരുടെ ഒക്കെയും കൂടുതൽ പിന്തുണ ലഭിച്ചത് സിദ്ധരാമയ്യക്കാണ്. അതായത് ഈ അഹിന്ദ വിഭാഗത്തിന് പിന്തുണ, പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളുടെ മുസ്ലിം വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ സിദ്ധരാമയ്യ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലേതിന് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ രൂപം കൊണ്ടിരുന്നു. പക്ഷേ MLA-മാരുടെയും MLC-മാരുടെയും പിന്തുണ കൊണ്ട് മാത്രമാണ് സിദ്ധരാമയ്യ അന്ന് മുഖ്യമന്ത്രിയായത്. പക്ഷേ അദ്ദേഹത്തിന് ടേം വ്യവസ്ഥയിലായതെന്ന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയെങ്കിലും അദ്ദേഹം 3 വർഷമായിട്ടും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. അതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സ്വാധീന ശക്തിയായത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. നമുക്കറിയാം 2015 കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കർണാടകയിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വന്ന സാഹചര്യത്തിൽ അന്ന് ആ മുഖ്യമന്ത്രി പദത്തിലേക്ക് കർണാടകയിലെ അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വെട്ടി അവിടേക്ക് വന്നത് സിദ്ധരാമയ്യയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ഒരു ആശയ പോരാട്ടം അന്ന് മുതൽ തന്നെ നിലനിന്നിരുന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ DK ശിവകുമാറിനൊപ്പം നിൽക്കുകയും കോൺഗ്രസ് അധ്യക്ഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൃത്യമായി നിലപാട് അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നിർണായകമായിട്ടുള്ള തീരുമാനം വന്നത്. രാജിവെക്കണം, രാജിയല്ലാതെ മറ്റൊന്നിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം, അവസാന തീരുമാനം രാഹുൽ ഗാന്ധി അറിയിക്കുന്നു. അതിന് പിന്നാലെയാണ് കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് സിദ്ധരാമയ്യ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. വൈകിട്ട് 3 മണിക്ക് അദ്ദേഹം രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.